സർ നമസ്കാരം. നമസ്കാരം. ഹലോ ഡിയേഴ്സ്. നമ്മളോടൊപ്പം ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് എം എ ഹസീബ്. നമുക്കറിയാം കേരളത്തിലെ കോമ്പറ്റീറ്റീവ് പരീക്ഷകളിൽ വളരെ വ്യത്യസ്തനായി ശ്രദ്ധ നേടിയ, അതോടൊപ്പം തന്നെ കോമ്പറ്റീറ്റീവ് പരീക്ഷ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വളരെ ശാസ്ത്രീയമായ പരിശീലനം നൽകി വരുന്ന ഒരു ടീം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. എഡ്ഫിൽ ലേണിങ്ങിൻ്റെ CEO ആൻഡ് ഫൗണ്ടർ കൂടിയാണ് എം എ ഹസീബ് സർ. സാറെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ വെൽക്കം. താങ്ക് യു. നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ, കേട്ടറ്റ് എന്ന ചുരുക്കപ്പേരിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ മുഴുവനായി ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് അതിൽ വളരെ എക്സ്പീരിയൻസും കേട്ടറ്റ് എഴുതുകയും ക്വാളിഫൈ ചെയ്യുകയും ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ കേട്ടറ്റ് സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള, അതിന് പിന്നിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലക്ക് ആദ്യം എനിക്ക് സാറോട് ചോദിക്കാനുള്ളതും കുട്ടികൾക്ക് അറിയേണ്ടതുമായൊരു ചോദ്യം കേട്ടറ്റ് പരീക്ഷയുടെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. എന്താണ് കേട്ടറ്റ് പരീക്ഷയുടെ ഒരു പ്രാധാന്യം? വളരെ ആദ്യമേ പറയാണ്, വളരെ സന്തോഷം. ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചർച്ചയാണ്. പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഇത്തരം ചർച്ചകളുടെ ഒരു വലിയ എഫക്റ്റ് ലഭിക്കുകയും അവർക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പറയാണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, കേട്ടറ്റ് പരീക്ഷയുടെ ഇമ്പോർട്ടൻറ്റ് എന്താണ് എന്നാണ് ചോദിച്ചത്. രണ്ട് തലത്തിലാണ് ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഒന്നാമത്തെ, എന്തുകൊണ്ട് കേട്ടറ്റ് പരീക്ഷ നിലവിൽ വന്നു എന്ന വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, കേട്ടറ്റ് അല്ലാതെ എലിജിബിലിറ്റി പരീക്ഷകളുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റാണ് സെറ്റ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ് നെറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്ന് പറയുന്നത് നാഷണലാണ്, മറ്റേത് സ്റ്റേറ്റാണ്. ഒന്ന് കോളേജ് ലെവലിലാണ്, സെറ്റാണെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലിലാണ്. അപ്പോൾ ഗവൺമെൻറ്റുകൾ, അതിപ്പോൾ കേന്ദ്ര സർക്കാർ ആണെങ്കിലും കേരള സർക്കാർ ആണെങ്കിലും വിദ്യാർത്ഥികൾ, ഇപ്പോൾ എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. എഡ്യൂക്കേഷനും ആരോഗ്യത്തിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്ക് കിട്ടണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിൻ്റെ വേണ്ടിയിട്ടാണ് എലിജിബിലിറ്റി ടെസ്റ്റുകൾ നടത്തുന്നത്. 2012 കേട്ടറ്റ് നിലവിൽ വരുന്നത്. ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു കേട്ടറ്റ് നിലവിൽ വന്ന സമയത്ത്. ആ സമയത്തൊക്കെ സാറിന് അറിയാൻ മതിയോ, ഒരുപാട് നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് പിന്നെ അറിയാം, ആ സമയത്തൊക്കെ വലിയ ചർച്ചകളായിട്ടുള്ളൊരു സംഗതിയാണ്. 2012 കേട്ടറ്റ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ എഴുതിയ എല്ലാ കുട്ടികളോടും ഞാൻ പറയാറുണ്ട്, ആദ്യ കേട്ടറ്റ് പരീക്ഷ എഴുതിയ ഒരു വ്യക്തി എന്നുള്ള പറയാൻ പറ്റും. അത് അങ്ങനെ നമുക്ക് അന്നൊന്നും അറിയില്ല എന്താണ് കേട്ടറ്റ് എന്നോ കേട്ടറ്റിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും അന്ന് അറിയില്ല. പക്ഷെ ആദ്യമായി പോയി എഴുതുകയും ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിട്ട് വലിയ ചർച്ചയും അന്നത്തെ മെയിൻ പത്രങ്ങളിലെ വാർത്തയും കേട്ടറ്റായിരുന്നു. അത് ഭയങ്കര രസകരമായി നമുക്കന്ന് ഒരുപാട് ഇൻസിഡൻസുകൾ വരെ സംഭവിച്ചൊരു സംഗതിയാണ്. അപ്പോൾ അന്ന് നിലവിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇത് തന്നെയാണ്, ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിലവിൽ വന്നതുകൊണ്ട്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാന്നുള്ള നിലവിൽ, അപ്പോൾ അതിലറിയാലോ, സൈക്കോളജി പഠിക്കണം, ലാംഗ്വേജ് പഠിക്കണം. ശരിക്കും ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ടിന് എന്തിനാണ് ഇത് പഠിക്കണമെന്ന് ചോദിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? അവർ കുട്ടികളുടെ മനസ്സറിഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരെ പഠിപ്പിച്ചു കൊടുക്കണം, ടീച്ച് ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ്. രണ്ടാമതൊരു സെക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇത് വന്നതുകൊണ്ട് തന്നെ പ്രൊഫഷൻ എന്ന നിലയിൽ ഒരു ടീച്ചർ ആവാമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡ്രീമിലേക്ക് അയാൾക്ക് എത്താൻ പറ്റില്ല. അതിപ്പോൾ എയ്ഡഡ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും PSC ആണെങ്കിലും. ഫോർ എക്സാമ്പിൾ PSCക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കേട്ടറ്റ് നിർബന്ധമാണ്, അപ്ലൈ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇനി ഡെയിലി വേജുകൾ, ഇപ്പോൾ സാധാരണ ഡെയിലി വേജുകൾ ഗവൺമെൻറ് സെക്ടറിൽ ഉണ്ടാവാറുണ്ട്. അത് വിളിക്കുന്ന സമയത്ത് 10 പേരുണ്ട്, 8 പേര് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ 2 പേരെ, ആ 2 പേരിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റിയുള്ള ആളാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രൈവറ്റിൽ ഇത് നോക്കുന്നില്ല എന്ന്. പ്രൈവറ്റിലും ഇവർ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എലിജിബിലിറ്റി ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊരു പ്രിഫറൻസ് ആയിട്ട് കാണാൻ കഴിഞ്ഞു. ചുരുക്കി പറയുകയാണെങ്കിൽ കേട്ടിട്ടില്ല എങ്കിൽ ഒരു അധ്യാപക മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയാവട്ടെ ഉദ്യോഗാർത്ഥിയാവട്ടെ ഒരു ചാൻസും അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഓക്കെ. നമുക്ക് അടുത്തൊരു ചർച്ചയിലേക്ക് വരുമ്പോൾ, കേട്ടറ്റ് പരീക്ഷ 2012 മുതൽ നിലവിൽ വന്നു എന്ന് പറഞ്ഞു. അതിന് ഇമ്പോർട്ടൻസും സാറ് പറഞ്ഞു. വ്യത്യസ്ത കാറ്റഗറിയിലായിട്ടാണല്ലോ കേട്ടറ്റ് എക്സാം നടക്കുന്നത്. എത്ര കാറ്റഗറിയിലായിട്ട് എങ്ങനെയാണ് ഈ പരീക്ഷ നടത്തപ്പെടുന്നത്? ശരിക്കും കേട്ടറ്റ് എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം കോൺസെപ്റ്റ്. ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയങ്ങളൊക്കെ വരുമ്പോൾ മാറ്റങ്ങൾ മേ ബി വന്നേക്കാട്ടോ. നിലവിലുള്ള ഒരു കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 1 to 10 ആണ്. അതായത് LP, UP, HSC ഇങ്ങനെ 3 സെക്ടറായിട്ടാണുള്ളത്. പക്ഷേ കേട്ടറ്റിൻ്റെ കേസിൽ 4 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, LP ആണെങ്കിൽ കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ LP സ്കൂൾ ടീച്ചേഴ്സ് ആകാനുള്ള യോഗ്യതാ ടെസ്റ്റ്. UP എന്ന് പറയുന്നത് കാറ്റഗറി 2 ആണ്.
UP സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യതാ ടെസ്റ്റ്. HSA എന്ന് പറയുന്നത് അത് ഏത് സബ്ജക്റ്റുകളാണെങ്കിലും സബ്ജക്റ്റുകളൊക്കെ വ്യത്യാസമുണ്ടാവും. LP കോമൺ ആണ്, UP കുറച്ച് ഡിഫറൻസുകൾ വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ സയൻസ്, മാത്സ് പോലെയുള്ളത്. HSA ആണെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും അങ്ങനെയാണ് വരുന്നത്. അത് കാറ്റഗറി 3 ആണ്. 4 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. സാധാരണ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സ്പെഷ്യൽ ലാംഗ്വേജുകൾ, ഇപ്പോൾ ഹിന്ദി, സംസ്കൃതം, ഉറുദു, അറബിക്, ഫിസിക്കൽ എഡ്യൂക്കേഷന്, സീയിങ്, അങ്ങനെ കുറേ ഡിഫറൻസ് ആയിട്ടുള്ള സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ അധ്യാപകരായിട്ടുള്ള ഭാഷാധ്യാപകരും സ്പെഷ്യൽ അധ്യാപകർ, അവർക്ക് വേണ്ടി 4 എന്ന് പറയുന്നത്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇതിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. 3 കിട്ടിയവർക്ക് ഇന്നത് വേണ്ടാന്നും അങ്ങനെ കുറേ ഡിഫറൻസുകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ വർഷം കഴിയും തോറും 2012 കേട്ടറ്റ് തുടങ്ങി നമ്മൾ സംസാരിച്ചു. വർഷം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ 2025 നിൽക്കുകയാണ്. ഇപ്പോൾ 2025 ജനുവരി ലാസ്റ്റ് എക്സാം നടന്നു കഴിഞ്ഞു. അപ്പോൾ 2012 മുതൽ 2025 വരെയുള്ള കേട്ടറ്റ് പരീക്ഷയിൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും അത് പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു സംഗതിയാണ്, സിലബസ് സെയിം അല്ല, എന്താ ഇങ്ങനെ പാറ്റേൺ മാറുന്നത് എന്ന് പറയുന്നത്. ഒന്നാമത് 2012ഉം 2025 തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട്. അത്ര ഇയേഴ്സ് ഗ്യാപ്പായിട്ടുണ്ട്. അത്ര വർഷങ്ങളെടുത്ത് 10ലധികം വർഷങ്ങളാണ് എടുത്തത്. 13 വർഷം കണ്ടോ ആയി. 13 വർഷം എന്ന് പറയുന്നത് ചില. രണ്ടാമത്തെ കാര്യം, അന്നത്തെ ഒരു ട്രെൻഡല്ല എപ്പോഴും ഉള്ളത്. അന്ന് ആളുകൾ പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ഇന്ന് ഭയങ്കര ട്രെൻഡ് മാറി. പിന്നെ മത്സര പരീക്ഷകൾ, ഇപ്പം ഇവൻ കാറ്ററ്റ് ആണെങ്കിലും ഏതാണെങ്കിലും ശരി, ട്രെൻഡ് മാറും, പാറ്റേൺസുകൾ മാറും. അതെന്താണെന്ന് വെച്ചാൽ തീർച്ചയായും ഒരു സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇപ്പോൾ പാറ്റേൺ ചേഞ്ചുകൾ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കാര്യങ്ങൾ, ഇപ്പോൾ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് രംഗപ്രവേശനം ചെയ്തൊരു സാധനമാണ്. അതായത് മനുഷ്യൻ്റെ IQ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. ആ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ 1, 2 ശരി, 2, 3 ശരി, 1, 2 ശരി, എല്ലാം തെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? കുട്ടി എത്ര ഡെപ്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. മാത്രമല്ല, സിലബസ് എന്ന് പറയുന്ന ഒരു പാറ്റേണിൻ്റെ അപ്പുറത്ത് അത് എങ്ങനെ ടഫാക്കാൻ പറ്റുമെന്ന് കൃത്യമായ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളോടും തീർച്ചയായും അതിൽ ഡിഫിക്കൽട്ടുകൾ, അതൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എല്ലാവരെയും ജയിപ്പിക്കുക എന്നുള്ള അതൊരിക്കലും അല്ലാതെ മത്സര പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജയിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡിഫറൻസ് വരും. ഇനി പാറ്റേൺസ് ചേഞ്ച് ചെയ്യും. സിലബസിൽ തന്നെ നമ്മൾ ഡയറക്റ്റ്ലി നോക്കുമ്പോൾ അത് സിലബസിലായിരിക്കും. പക്ഷെ അത് നമ്മൾ ഇതെന്താ സിലബസ് ഔട്ടാണോ എന്ന് കുട്ടികൾക്ക് സംശയം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ അവർ പറയാൻ എന്താ, അത് സിലബസിൻ്റെ ഉള്ളിലാണ്, പക്ഷേ ഇന്ന കാര്യങ്ങൾ കൊണ്ട് അത് ടഫ് ബേസിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ടഫുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഒരുപാട് പരാതികളും മറ്റൊക്കെ പല രംഗത്തും വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് പലപ്പോഴും നമ്മളൊക്കെ കാറ്ററ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികളായിട്ട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ചില ആളുകളെങ്കിലും പറയുന്ന ഒരു ചോദ്യമാണ്, കാറ്ററ്റ് പരീക്ഷ എടുത്തു കളയുന്നു. എന്താണ് അത്? ആ ഒരു ചോദ്യം, ആ ഒരു പ്രസ്താവനക്ക് വല്ല പ്രസക്തിയുണ്ടോ? എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ശരിക്കും മത്സര പരീക്ഷ. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിലും പരീക്ഷ എടുത്തു കളയണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരായിരുന്നു. ഇപ്പം നമ്മളെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ. ആ ഒരു ജനറേഷനിൽ നിന്ന് എക്സാം നല്ല ആങ്സൈറ്റി ഉള്ള ഒരു ജനറേഷനായിരുന്നു. പരീക്ഷ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് പോലെ എല്ലാ കുട്ടികളെയും ജയിപ്പിക്കുന്ന രീതിയൊന്നും ഇപ്പോൾ ആ രീതി തന്നെ മാറാൻ പോകാട്ടോ. പുതിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എടുത്തു കളയുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ചില ആൾക്കാർ എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമരങ്ങളും, ഞാൻ അവരെ പ്രയാസപ്പെടുത്തുമൊന്നുമല്ല, ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരുപാട് പിന്നെ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും കാറ്ററ്റ് ഒഴിവാക്കിയാൽ മതി എന്ന് വിചാരിക്കുന്നത്. കാറ്ററ്റ് കിട്ടാത്ത ആളുകളാണ് അധികവും ഇതിന് പറയുന്നത്. അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്കുള്ള ടഫും കാര്യങ്ങളാണ്. പക്ഷേ ഗവൺമെൻറ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിൻവലിക്കില്ല. അതിൽ മാറ്റങ്ങൾ വരാം, ചെറിയ ഡിഫറൻസുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ കാറ്റഗറിയിൽ തമ്മിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം, സിലബസിൽ ചേഞ്ച്, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എടുത്തു കളയുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല. അതിനാകെ ഒരൊറ്റ സൊല്യൂഷൻ, നമ്മളത് ക്വാളിഫൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എടുത്തു കളയാമെന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കുകയും യോഗ്യതയ്ക്ക് വേണ്ടി ശ്രമിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമാണ്. ബാക്കിയുള്ളവർ അതെന്ത് ചെയ്യും? ഇപ്പോൾ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തുടക്കം തന്നെ അവർ ക്വാളിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് DLED ആണെങ്കിലും TTC ആണെങ്കിലും, ഇപ്പോഴത്തെ DED ആണെങ്കിലും ഇനി പിന്നെ BEd ആണെങ്കിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ കുട്ടികൾ പുതിയ ജനറേഷൻ, അപ്പോൾ പഴയ ജനറേഷൻ ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല അങ്ങനെ സമയം എടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവും. ഇത് മാറ്റാൻ ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ കാറ്ററ്റ് പരീക്ഷ എടുത്തു കളയും എന്നുള്ള ചോദ്യം തന്നെ അതിനെ ചിന്തിച്ച് അതിൻ്റെ വഴിക്ക് പോകാതിരിക്കുന്നത് നല്ലതെന്നാണ് ഇപ്പോൾ മനസ്സിലായത്. ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം ചില കുട്ടികൾ അങ്ങനെ പറയുന്നതുകൊണ്ടാണ്. അടുത്തതായിട്ട്
ഈ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാറ്റഗറി 4 എഴുതുന്ന വിദ്യാർത്ഥികൾ, 4 ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സംസ്കൃതം, അറബി, ഉറുദു, ഹിന്ദി, സ്പെഷ്യൽ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാറ്റഗറി 4 പരീക്ഷ എഴുതുന്ന കുട്ടികൾ പലപ്പോഴും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് DLEDുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. പലരും പറയാറുണ്ട് DLEDിന്റെ ഒരു കാര്യം. അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി സാർ. DLED പ്രത്യേകിച്ച് ഭാഷാധ്യാപകർക്കിടയിൽ ഭയങ്കര ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് DLED എന്ന് പറയുന്നത്. ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷനിൽ ഒരു സംഗതി ട്രെയിനിങ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ TTC മുമ്പത്തെ DED ആയതുപോലെ തന്നെ BEd ട്രെയിനിങ് കോഴ്സാണ്. അപ്പോൾ BEd, DEd, DLED എന്നൊക്കെ പറഞ്ഞതാണല്ലോ അപ്പോൾ ട്രെയിനിങ് കോഴ്സുകളുള്ളത്. ഇത് ശരിക്ക് ഗവൺമെൻറ്റിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. കാരണം ട്രെയിൻഡ് ആയിട്ടുള്ള ഇപ്പോൾ BEd കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നബീലാണെങ്കിലും ഞാനാണെങ്കിലും നമുക്ക് BEd ക്വാളിഫൈഡ് ആണ്. BEd എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ആണ്. ശരിക്കും നമ്മൾ സ്കൂളിൽ പോയിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പം അതിൽ നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ട്രെയിനിങ്സിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താ, നമ്മൾ ഡെമോ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, പിന്നെ അല്ലേ മൈക്രോ ടീച്ചിങ് എന്നൊക്കെ പറയുന്നത് പല സംഗതികളുണ്ട്. ചെറിയ 5 മിനിറ്റ് കൊണ്ട് ക്ലാസ് എടുത്ത് തീർക്കും. ടീച്ചിങ് പ്രാക്ടീസിനായിട്ട് നമ്മളൊക്കെ 1 മാസമാണെങ്കിൽ ഇപ്പോൾ 6 മാസമൊക്കെയാണ് ഇതിൻ്റെ സിസ്റ്റം മാറിയിട്ടുണ്ട്. ഈ ട്രെയിനിങ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കുറവായതുകൊണ്ട് തന്നെ അതിന് ഇമ്പാക്റ്റ് വളരെ ബാധിക്കും. ഇപ്പോൾ സ്കില്ലായിട്ട് നമ്മൾ കുറേ കോഴ്സ് പഠിക്കും, അത് പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ഇതിപ്പോൾ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ കുട്ടികളെ ബാധിക്കും. അപ്പോൾ ട്രെയിനിങ്സുകൾ നിലവിൽ വരിക എന്ന് പറയുന്നത് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതിലാണ് 2019 3-ാം മാസം മുമ്പുള്ള ആളുകൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. മാർച്ച് മാസം മുതൽ മുമ്പ് ഒന്നെങ്കിൽ യോഗ്യത നേടിയ ആളുകൾ, ഏതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ സംസ്കൃതം, ഉറുദു, അറബിക്, ഹിന്ദി തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജ് യോഗ്യത നേടിയ ആൾക്കാർ, കേഡറ്റിന് യോഗ്യത നേടി ആളുകളാണെങ്കിൽ ആ മുമ്പുള്ള ആളുകൾ, അല്ലെങ്കിൽ അന്ന് അഡ്മിഷൻ എടുത്ത, അതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത ആൾക്കാർ അഡ്മിഷൻ കഴിഞ്ഞ് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് 2020-ലാണെങ്കിൽ 2021-ലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഇവർക്കൊന്നും DLED വേണ്ട. പൊതുവേ നിയമങ്ങൾ പിന്നെ ഓരോ ഓർഡറുകൾ, ഓരോ നിയമങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ മുൻകാല പ്രാബല്യം എന്ന് പറഞ്ഞിട്ട് റിലാക്സേഷൻ കൊടുക്കാറുണ്ട്. അത് കൊടുക്കണം എന്താ വെച്ചാൽ പല ആളുകൾക്ക് ഇപ്പോൾ പണ്ട് പ്രീ ഡിഗ്രി മാത്രമേ ഉള്ളൂ, പിന്നെ ഡിഗ്രി വന്നു. അപ്പോൾ ഓരോന്ന് വരുന്ന സമയത്ത് പറയും, ഒന്നെങ്കിൽ അവരോട് എഴുതിയെടുക്കാൻ പറയും, അല്ലെങ്കിൽ ഇന്ന ഡേറ്റുള്ള ആളുകൾക്ക് അത് പ്രശ്നമില്ല. അപ്പോൾ 2019 3-ാം മാസം മുമ്പുള്ള അഡ്മിഷൻ എടുത്തവരോ ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കൺസേൺ അല്ല. അവർ ഭയങ്കര ഹാപ്പി ആവുക, കാരണം അവർക്ക് DLEDൻ്റെ ആവശ്യമില്ല, ഓപ്പർച്യൂണിറ്റി കുറച്ച് കൂടി. അതിന് ശേഷം വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറേ പുതിയ പരാതികൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പുതിയ ഉത്തരവുകൾ വരാറുണ്ട്. ഇപ്പോൾ ആ ഒരു ഡ്യൂറിങ് ദ പീരീഡ് വന്ന പരീക്ഷ എഴുതിയ ആളുകൾ, എക്സാം എഴുതി, നോട്ടിഫിക്കേഷൻ വന്ന എക്സാം എഴുതിയ ആളുകൾ അത് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് DLED വേണ്ടെന്ന് പറഞ്ഞു. ഗവൺമെൻറ് വളരെ നല്ല സമീപനങ്ങൾ അതിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇനിയും മാറ്റങ്ങൾ വരാം കേട്ടോ, അത് പറയാൻ പറ്റില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ കൂടി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസുകളെ ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമുണ്ടാവും. അല്ല നമ്മളത് ചർച്ച ചെയ്ത് എന്താ DLED അങ്ങനെ ആലോചിക്കാതിരിക്കണമായിരിക്കും നല്ലത്. അതെ, കുറെ വിദ്യാർത്ഥികളൊക്കെ DLED നിർബന്ധമാക്കിയല്ലോ എന്ന ടെൻഷൻ പലരും പറയാം. ടെൻഷൻ അടിക്കേണ്ട ആവശ്യം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ക്വാളിഫിക്കേഷൻ കൂടുതൽ വേണം. നമ്മളൊരു ബേസിക് ക്വാളിഫിക്കേഷനിൽ നിൽക്കരുത്. ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ നമ്മളിപ്പോൾ BEd MA കഴിഞ്ഞു, UGC നെറ്റ്, ടെറ്റ്, സെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടും ഇപ്പോഴും എഡ്യൂക്കേഷനിൽ പുതിയ അടുത്തൊരു PG നോക്കിക്കൊണ്ടിരിക്കുകയാണ്, PhD ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ സംഗതികൾ ചെയ്യണം എന്തിനെന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആവുക. നമ്മളെപ്പോഴും ഹൈ എഡ്യൂക്കേഷൻ, അങ്ങനെ നമുക്ക് LP മുതൽ ഏത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡിഗ്രീന്റെ കേസ് പറയുകയാണെങ്കിൽ പോലും പുതിയ വിദ്യാഭ്യാസ നയം വന്നല്ലോ, NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഹൈസ്കൂൾ പഠിക്കുന്ന ആളുകൾക്ക് PG നിർബന്ധമാക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അതെന്നെ പോലെ തന്നെയാണ് DLEDന്റെ കേസ്. നമ്മൾ അത് പറഞ്ഞിങ്ങനെ ചർച്ച ചെയ്യാനല്ല, നമ്മൾ വേഗം ക്വാളിഫൈഡ് ആവുക. ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും റെഡി ടു ആക്ഷൻ. ഒരു ടീച്ചർ എന്ന് പറയുന്നത് LP മുതൽ പല സെക്ടറിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ. LP മാത്രമാണെങ്കിൽ അങ്ങനെ UP, നേരെ മറിച്ച് എല്ലാത്തിലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ LP മുതൽ. അപ്പം എൻ്റെ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ ഞാൻ സ്കൂളുകളിൽ വർക്ക് ചെയ്ത് വളരെ കുറച്ചാണ്. ഞാൻ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ മേഖല അധികം കോളേജിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പായിട്ട് കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ പക്ഷേ സ്കൂൾ വർക്ക് ചെയ്യാനുള്ള യോഗ്യത നമുക്കുണ്ട്. അതാണ് നമ്മൾ സേഫ് ആക്കേണ്ടത്. അല്ലാതെ നമ്മൾ ചർച്ച ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തെയില്ല, പ്രസക്തിയില്ല. മാത്രമല്ല ട്രെയിനിങ് നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ ബെനിഫിറ്റും നമുക്ക് തീർച്ചയായും കിട്ടും. ക്ലാസ് റൂമുകളിൽ പോകുമ്പോഴായാലും ഒക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ട്. DLED ഒക്കെ വളരെ BEdന് വേറൊരു സെക്ടർ തന്നെയാണ് DLED എന്ന് പറയുന്നത്. BEd വേറെ തന്നെയാണ്, DLED വേറെ. അതായത് കാത്തിരിക്കാതെ വേഗം പോയി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും. അടുത്തത് സർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും കേട്ടറ്റ് പരീക്ഷ ലക്ഷ്യം വെക്കുന്ന, കേട്ടറ്റ് യോഗ്യത ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ കേട്ടറ്റ് എന്നാൽ എഡ്ഫിലാണ് എന്നുള്ള ഒരു റീച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്
സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഫീൽഡിൽ ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നൊക്കെയുള്ള ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്താണ് അങ്ങനെ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് കേട്ടറ്റ് എന്നാൽ എഡ്ഫിൽ എന്നൊരു റീച്ചിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? തീർച്ചയായും കേട്ടറ്റിൽ എഡ്ഫിൽ നല്ലൊരു ബ്രാൻഡ് ഉണ്ട്. നിങ്ങൾക്കറിയാം, കോഴിക്കോട് വെച്ചിട്ട് നമ്മളൊരു പ്രോഗ്രാം വെച്ചിരുന്നു കഴിഞ്ഞ കേട്ടറ്റുമായി ബന്ധപ്പെട്ടിട്ട്. വളരെ സന്തോഷകരമായൊരു നിമിഷം ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ടീം, എഡ്ഫിലിൻ്റെ ടീം വളരെ നല്ലൊരു ടീമാണ്. ആ ടീം ജയിച്ച കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ കോൺടാക്ട് ചെയ്ത സമയത്ത് ഒരുപാട് കുട്ടികൾ തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തുനിന്ന് അടക്കമുള്ള കുട്ടികൾ ട്രെയിനൊക്കെ ആ സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബസ്സിലൊക്കെ കയറി വന്ന് കോഴിക്കോട്, അതിൻ്റെ വീഡിയോസ് ഓൾറെഡി യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അത്രയും പ്രസക്തമായിട്ട് അവർ അതിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക. എന്താ കാരണം വെച്ചാൽ റിസൾട്ടാണ്. ശരിക്കും എഡ്ഫിലിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്, എഡ്ഫിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നത് 2022 അതിന് മുമ്പ് 2017 മുതൽ. അപ്പോൾ നമ്മളൊക്കെ കേട്ടറ്റ് കിട്ടുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് കേട്ടറ്റ് ട്രെയിനിങ് കൊടുക്കുകയും നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ കുട്ടികളെ കൊണ്ടുവരികയും ചെയ്തിട്ട് അന്ന് മുതൽ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നല്ലൊരു ടീം ഇതിൻ്റെ പിറകിലുണ്ട്. ഫാക്കൾട്ടീസ് ആണെങ്കിലും നമ്മളാണെങ്കിലും ഉദ്ദേശം എന്ന് പറയുന്നത് പക്ക നമ്മുടെ കുട്ടികളെ വിജയിപ്പിക്കുക, അതിൽ ഒരു സമാധാനം, സന്തോഷം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് നമുക്ക് സാധിച്ചു എന്നതും പ്രത്യേകം സന്തോഷമുള്ള കാര്യമാണ്. എഡ്ഫിലിനെ ഒരു കേട്ടറ്റ് ബ്രാൻഡിലേക്ക് കൊണ്ടുവന്നതിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് വലിയ പങ്ക്. ഈ ഒരു സമയത്ത് അതിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ സന്തോഷവും നന്ദി അർപ്പിക്കുകയാണ്. ഈ ഒരു യാത്രയിൽ 2022 മുതൽ എഡ്ഫിലും അതിന് മുമ്പ് സാറ് പറഞ്ഞു അതിൻ്റെയൊക്കെ മുമ്പ് നമ്മളും അതിൻ്റെ ട്രെയിനിങ്ങിലും അതിൻ്റെ പരിശീലനത്തിലൊക്കെ ഭാഗവാക്കായ ആളുകളാണ്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലത്തെ യാത്രയിൽ എത്ര കേട്ടറ്റ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഈ ഒരു ടീമിന്, എഡ്ഫിൽ ടീമിന് സാധിച്ചു? പലപ്പോഴും പല ആളുകളും വലിയ കണക്കുകൾ പറയാറുണ്ട്, ഞങ്ങൾ ഇത്ര കേട്ടിട്ട് യോഗ്യത നേടിയ. പക്ഷേ അവർ ഫോട്ടോസ് നോക്കുമ്പോൾ കണക്ക് നോക്കുന്ന സമയത്തും കാണാൻ പറ്റാറില്ല. ഞാൻ അവരെ ആരും വിമർശിക്കില്ല. എഡ്ഫിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എഡ്ഫിൽ എന്ന ബ്രാൻഡ് വന്നതിന് ശേഷം ഒരു 2000 അബവ് 2000-ലധികം കുട്ടികൾക്ക് യോഗ്യത നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിന് മുമ്പേ ഉള്ളത് കണക്കുകൾ നമ്മൾ നോക്കുന്നില്ല. അതിന് മുമ്പ് ഒരുപാട് പേര് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അത്ര അധികം കുട്ടികൾ നമുക്ക് യോഗ്യത നേടാൻ പറ്റിയിട്ടുണ്ടെന്ന് സന്ദേശം. യോഗ്യത എന്ന് പറയുന്നത് അവരുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ കൈപിടിച്ചു എന്ന് മാത്രമാണ്. നമ്മൾ ബോത്താറാണ്, ഒരിക്കലും എഡ്ഫിൽ എന്ന് മാത്രമല്ല. ആ കുട്ടിയുടെ പരിശ്രമമുണ്ട്, അത് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗം. ഇപ്പോൾ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന ആളുകൾ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് പഠിക്കും. അങ്ങനെ കിട്ടാത്തവർ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താ, നമുക്ക് എപ്പോഴും ഒരു സ്കഫ് ഹോൾഡർ വേണം. നമ്മൾ BEd പഠിച്ചൊരു സാധനമാണ്. ശരിക്കും ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്കഫ് ഹോൾഡറാണ്, ശരിക്കും കൈ താങ്ങാണ്, മെൻറ്ററാണ്. ഒരു ടീച്ചറുടെ എന്താണോ ടീച്ചർ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അത് എഡ്ഫിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ അതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിക്കാൻ അത്രേ ഉള്ളൂ. ജനുവരി മാസം ലാസ്റ്റ് ഇപ്പോൾ 2025 എന്ന ഒരു പുതിയ വർഷത്തിൽ നടന്ന എക്സാം, ജനുവരി കേട്ടറ്റ് പരീക്ഷയിൽ എത്ര പേർക്ക് നേരത്തെ സാറ് പറഞ്ഞ ഒരു സപ്പോർട്ട്, ഒരു മെൻറ്റർ ആയിട്ട് എഡ്ഫിലിന് നിലകൊള്ളാൻ സാധിച്ചിട്ടുണ്ട്? നിലവിലെ കണക്ക് പ്രകാരം ഏകദേശം 1000-ലധികം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇപ്രാവശ്യം. അത് വലിയൊരു പ്രസക്തമായിട്ട് സംഗതിയാണ്. ഡയറക്റ്റ്ലി കുട്ടികൾ എൻ്റർ ചെയ്യാത്ത കുട്ടികളായിട്ടുള്ള ഇൻഡയറക്റ്റ്, എഡ്ഫിലിനെ സംബന്ധിച്ചിടത്തോളം എഡ്ഫിലിൽ ഫ്രീ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബ്, നമുക്ക് വളരെ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മുടെ ഓരോ പ്രോഗ്രാംസുകൾ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിലെ വീഡിയോസൊക്കെ 40,000-50,000 ഒക്കെ കടക്കാൻ കാരണം അത്രയും ആളുകളിലേക്ക് നമുക്ക് മെൻറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനി കൂട്ടണം. കേരളത്തിലെ ഏകദേശം 1.5 ലക്ഷം ആളുകളാണ് പരീക്ഷ എഴുതുന്നത്. അവരിലേക്ക് എത്തിക്കുകയും അവർക്കൊരു മെൻറ്ററും ഒരു സപ്പോർട്ടുമായിട്ട് അവരുടെ വിജയത്തിലേക്ക് ഒരു കൈത്താങ്ങായി നിൽക്കണമെന്നാണ് എഡ്ഫിലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ജനുവരി കേട്ടറ്റിൽ 1000-ലധികം കുട്ടികൾ ഓൾറെഡി ഡയറക്റ്റായിട്ടും, ഇൻഡയറക്റ്റ് ആണെങ്കിൽ അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. ആ ഒരു 1000-ലധികം കുട്ടികൾക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാൻ പറ്റും. കേട്ടറ്റ് പരീക്ഷയിലെ പരിശീലനം നമ്മൾ സാധാരണ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ മെൻറ്റർ എന്നുള്ള, കേട്ടറ്റ് മെൻറ്റർ എന്നുള്ള ഒരു പദമല്ല അവർ ഉപയോഗിക്കുക, ഒരു കോച്ചിങ് അല്ലെങ്കിൽ പരിശീലനം എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കറിയാം ഒത്തിരി പേര് കേട്ടറ്റിൻ്റെ പരിശീലനവുമായിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ വ്യത്യസ്ത ഫേം, വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ചെറിയ ആപ്പിലൂടെ, അങ്ങനെ പല രൂപത്തിലും ചെയ്യുന്ന ഒരുപാട് കേട്ടറ്റ് കോച്ചിങ് നമുക്ക് കാണാൻ കഴിയും. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എഡ്ഫിൽ എന്നതുകൊണ്ടാണല്ലോ ഈ ഒരു റിസൾട്ടും ഈ ഒരു കുട്ടികൾ കേട്ടറ്റ് എന്നാൽ എഡ്ഫിൽ എന്ന ഒരു ഇതിലേക്ക് കുട്ടികൾ ഈ ഒരു എഡ്ഫിൽ എന്ന ബ്രാൻഡ് വരാനുള്ള കാരണം. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എഡ്ഫിലിനെ വ്യത്യസ്തമാക്കുന്ന പോയിന്റുകൾ സാർ ഒന്ന് വിശദീകരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കേട്ടറ്റ് യോഗ്യത
ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാർ പല സ്ഥലത്തും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോച്ചിങ്ങുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരെന്തുകൊണ്ട് എഡ്ഫിൽ ചൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് ഉത്തരം എന്ന് പറയുന്നത് എല്ലാ ബ്രാൻഡിനും USPs ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ലോകത്ത് വലിയ ആയിട്ടുള്ള USP എന്ന് പറഞ്ഞാൽ ഒരു യുണീക്കായിട്ടുള്ള ഒരു പോയിന്റുകൾ ഉണ്ടാകും. ഈ USP എഡ്ഫിലിന് മറ്റുള്ളതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതെന്ന് 100% പറയാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഞാൻ 1-2 സംഗതി മാത്രം പറയാം. ഒന്ന്, ഞങ്ങളുടെ 25 മിനിറ്റ്സിൻ്റെ ക്ലാസ് ഡ്യൂറേഷനാണ്. ഇപ്പോൾ നബീൽ അറിയാം, ഇപ്പോൾ കോവിഡ് അനന്തരം അറ്റൻഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ഒരു കാര്യവും ഒരു സമയത്തിൻ്റെ ഇപ്പം നമ്മൾ ഈ വീഡിയോ തന്നെ കുറച്ച് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആളുകൾ അറ്റൻഷൻ പോകും. അതുകൊണ്ട് നമ്മൾ പല സംഗതികളും ഇപ്പോൾ ഏത് വീഡിയോസാണ് ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കാണുന്ന സമയത്ത് ഇപ്പോൾ ഈ ചർച്ച ആകുമ്പോൾ കൂടുതൽ ആളുകൾ ഇരിക്കും. ചിലപ്പം ചില സമയത്ത് ഏത് വീഡിയോ ഇപ്പോൾ ഒരു ഡയറക്ടർ ഒരു 1 hour ക്ലാസ് സൈക്കോളജി കൊടുക്കുകയാണെങ്കിൽ ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേന് മതി എൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികളാണ് അധികം ഉള്ളത്. ശ്രദ്ധിച്ചു ഫോർവേഡ് യൂട്യൂബിലാണെങ്കിലും വാട്സാപ്പിൽ പോലും ഒരു ഫീച്ചർ വന്നു, നമുക്കറിയാം, നമ്മളൊക്കെ ഉപയോഗിക്കും. നമ്മൾ ഏതൊരു വോയിസ് കാണുകയാണെങ്കിലും 2x ഇട്ടിട്ടാണ് കാണുക. എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ സ്പാൻ കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. പെട്ടെന്ന് തീർക്കണം, എല്ലാം പെട്ടെന്ന് തീർക്കുക എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മുടെ മക്കൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് 20-25 മിനിറ്റ്സ് ആണ്. അതായത് ഒരു മനുഷ്യൻ്റെ ശരാശരി ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടുള്ള ടൈമിനെ നമ്മൾ ക്ലാസ്സുകളാക്കി മാറ്റി. 1 hour 2 hour ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ക്ലാസ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്ന് നമുക്ക് അടുത്ത പ്രോഗ്രാം ചെയ്ത് പിന്നെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. മറ്റൊരു പ്രത്യേകതയിൽ നമുക്ക് പോപ്പപ്പ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. ഈ 20-25 മിനിറ്റ്സിൻ്റെ ക്ലാസ്സിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞ അതിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അത് പഠിച്ചത് അവർ അപ്പം തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രത്യേകത പ്രാക്ടീസിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻസുകൾ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് അതും ഉണ്ട്. മറ്റൊരു കാര്യം സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ഇപ്പോൾ നമ്മൾ യുണീക്കായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് USPs ഉണ്ട്, ഞാൻ 2-3 പറയുന്നുള്ളൂ. സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിലുള്ള നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള അതേ കണ്ടൻറ്റ് അത് കൃത്യമായിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രിൻ്റ് ചെയ്തിട്ട് അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കും. നമുക്കറിയാലോ, നമ്മളത് നോക്കിയിട്ട് ക്ലാസ് കേൾക്കാം, ക്ലാസ് നോക്കിയിട്ട് നോട്ട് നോക്കാം, ക്ലാസ്സിലുള്ള പോയിന്റുകൾ നോട്ടിൽ നമുക്ക് അടയാളപ്പെടുത്താം. എഴുതുന്ന സമയം ആൾക്കാർക്ക് സമയമാണല്ലോ പ്രശ്നം, അതിനുള്ളൊരു സൊല്യൂഷനും കൂടി നമ്മൾ നൽകിയിട്ടുണ്ട്. അത് മറ്റ് പ്രാക്ടീസും മോക്ക് ടെസ്റ്റും മറ്റുള്ള എല്ലാവരും ചെയ്യുന്ന കുറേ സംഗതികൾ, പേഴ്സണൽ മെൻറ്ററിങ് ആക്ടിവിറ്റീസ്, അങ്ങനെ കുറേ സംഗതികൾ അതിലുണ്ട്. സോ ഇത്തരം USPs നമുക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്താൻ കാരണം. തീർച്ചയായും കേട്ടറ്റ് എന്നാൽ എഡ്ഫിൽ നമ്മൾ പറഞ്ഞു, അത് കുട്ടികൾക്കിടയിൽ എത്രത്തോളം റീച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടറ്റ് പരീക്ഷയിൽ ഏതെല്ലാം വിഷയങ്ങളിൽ, നേരത്തെ പറഞ്ഞ 4 കാറ്റഗറിയിലുള്ള വ്യത്യസ്ത വിഷയങ്ങളുണ്ട്, ഏതെല്ലാം വിഷയങ്ങളിൽ വളരെ സയൻറ്റിഫിക് ആയ ഒരു പരിശീലനം എഡ്ഫിൽ നൽകുന്നുണ്ട്? കേട്ടറ്റ് നമുക്കറിയാലോ, കേട്ടറ്റിൽ 20 സബ്ജക്റ്റുകളാണ്, 20 തരത്തിലാണുള്ളത്. അതിൽ LP UP കാറ്റഗറി 1 2 3 4 അടക്കം ഏകദേശം 20 എണ്ണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എഡ്ഫിൽ ഓൾമോസ്റ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. കാറ്റഗറി 1 2 3 തന്നെ ഇപ്പോൾ നാച്ചുറൽ സയൻസ് ആണെങ്കിലും ഫിസിക്കൽ സയൻസ് ആണെങ്കിലും സയൻസ്, പിന്നെ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അറബിക്, ഹിന്ദി, ഇപ്പോൾ നമ്മൾ സംസ്കൃതം അടക്കം നമ്മളടുത്തുണ്ട്. സംസ്കൃതം അടക്കമുള്ള കോഴ്സുകളുണ്ട്. ഓൾമോസ്റ്റ് ഒരു 15-ലധികം കോഴ്സുകൾ ഇപ്പോൾ തന്നെ ഫുൾ ലൈവാണ്. 20-ലധികം കോഴ്സുകൾ ഏത് കോഴ്സിലേക്കും എഡ്ഫിലേക്ക് റെഡി ടു എൻ്റർ ചെയ്യാൻ പറ്റും. ഏതാണെങ്കിലും ആ ലെവലിലാണ് നമ്മളിതിനെ ഇന്നതില്ല എന്ന് നമ്മൾ പറയുന്നില്ല. ആ ഒരു ലെവലിലാണ് നമ്മൾ എഡ്ഫിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് കേട്ടറ്റിൽ എന്നെ വിഷയം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അതാണ് എല്ലാ കോഴ്സും. അത് നമ്മളൊരു കേട്ടറ്റ് എന്ന് പറഞ്ഞൊരു എഡ്ഫിലിന്റെ ബ്രാൻഡിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേട്ടറ്റിൽ മാത്രമാണോ എഡ്ഫിൽ ഉള്ളത്? അല്ല, എഡ്ഫിൽ എന്ന് പറയുന്നത് കേട്ടറ്റാണ് ശരിക്കും പ്രധാനപ്പെട്ട പോയിന്റ് ഔട്ട് എങ്കിലും UGC നെറ്റിൽ നമ്മളുണ്ട്. ടീച്ചിങ് PSCയിൽ നമ്മൾ കോഴ്സുകൾ LP UP HS നാച്ചുറൽ സയൻസ്, പിന്നെ JLT PSA UPSC അറബിക് HS അറബിക് തുടങ്ങിയിട്ടുള്ള മേഖലകളിലും ഇഗ്നോയുടെ PG കോഴ്സുകൾ അടക്കം പുതിയ ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കേട്ടറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡ് കേട്ടറ്റ്. 2025 ജൂൺ മാസത്തിലാണ് ഇനി കേട്ടറ്റ് നടക്കാനുള്ളത്. ഒരു വർഷം 2 തവണ നടക്കുന്നു നമ്മൾ സംസാരിച്ചു. അപ്പോൾ ജൂൺ പരീക്ഷയ്ക്ക് മാനസികരമായി തയ്യാറെടുക്കുന്ന ആളുകൾ ഈ പരീക്ഷയ്ക്ക് അതിൻ്റെ തങ്ങൾ ഉദ്ദേശിച്ചൊരു വിജയത്തിലേക്ക് എത്താൻ കഴിയാതെ പോയവരൊക്കെ ജൂണിനെയാണ് ഇനി ടാർഗറ്റ് ചെയ്യുന്നത്. ആ ജൂൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ മാനസികരമായിട്ട് ഒരുങ്ങിയവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഓക്കെ, പിന്നെ കേട്ടറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി വരാനിരിക്കുന്നത് ജൂൺ പരീക്ഷയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പല ടൈമിലാണ്, ഇയർലി 2 പ്രാവശ്യം എന്നുള്ളൊക്കെ രൂപത്തിലാണ് നടക്കുന്നത്.
അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ ഒരുങ്ങുക എന്നുള്ളതാണ്. പല ആളുകളും ചെയ്യാത്തൊരു രീതിയാണ് അവസാന ഘട്ടത്തിൽ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്, 1.5 മാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരുങ്ങുക എന്ന് പറയുന്ന രീതി നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്കിത് റിവിഷൻ ചെയ്യാൻ പറ്റും, PYQs നോക്കാൻ പറ്റും, നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ ഒരു അനലൈസ് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരുക്കം നേരത്തെ ആക്കണം. പ്രത്യേകിച്ച് പഠിക്കാൻ അവസാന ഘട്ടത്തിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഏപ്രിലോ നോട്ടിഫിക്കേഷൻ പേപ്പറിലാണ് വരുന്നതെങ്കിൽ അന്നേരം ഇരുന്ന് പഠിക്കാതിരിക്കുക. എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഫെബ്രുവരി മുതൽ അല്ലെങ്കിൽ അടുത്തൊരാഴ്ച മുതൽ 2 ആഴ്ച മുതൽ തുടങ്ങാം. എഡ്ഫിലിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ഒരുക്കം നേരത്തെ ആക്കാമെന്നുള്ള നിലക്കുള്ള ബാച്ച് ഫെബിൽ ഫസ്റ്റ് ഒരു സെക്കൻഡ് വീക്കിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഒരുങ്ങി വളരെ റിലാക്സ് ആയി ആ പരീക്ഷ അഭിമുഖീകരിച്ച് വിജയം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. 100% വിജയം ഉറപ്പുവരുത്താൻ പറ്റും. അത് 100% കഴിയുന്ന ഒരു കാര്യമാണല്ലോ. അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കുറേ സ്ട്രാറ്റജികളുണ്ട്, അത് ഉപയോഗിച്ചിട്ടായിരിക്കണം. ചുമ്മാ എന്തെങ്കിലും ഒരു ഒരുക്കം ഒരുങ്ങിയിട്ടും കാര്യമില്ല. ഈ 2025 ജൂണിൽ നേരത്തെ ഒരുങ്ങാൻ തയ്യാറായ കുട്ടികൾക്ക് എഡ്ഫിലിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ്? ഓക്കെ, എഡ്ഫിലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എഡ്ഫിലിന് യുണീക്കായിട്ടുള്ള കുറച്ച് മേഖലകളുണ്ട്. അതെല്ലാം നേരത്തെ ഒരുങ്ങുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ലഭിക്കുന്നൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുക്കം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്പെഷ്യൽ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഡിസ്കഷൻസ് അതിനുവേണ്ടി തയ്യാറാകുന്നു. മാത്രമല്ല ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റിവിഷനും മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുള്ള അവസരം കൂടി അവർക്ക് കിട്ടുന്നതോട് ആ ഒരു സമയം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റെന്താണെന്ന് വെച്ചാൽ അവസാന സമയം നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അത് കൂടുതൽ ഒരുങ്ങാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും അതിൻ്റെ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിലൂടെ എഡ്ഫിലിൻ്റെ ടീം വർക്കിലൂടെ ഒരു ടീം വർക്കിലൂടെ തന്നെ കുട്ടികളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് വിജയം വരിക്കാൻ കഴിയും. അപ്പോൾ നേരത്തെ ആണെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും ക്രാക്ക് ചെയ്യാൻ എന്ന് ചുരുക്കം. ആ വിജയം ഉറപ്പിക്കാനും 100% ഉറപ്പിക്കാൻ പറ്റും. നമ്മൾ ചർച്ച വൈൻഡപ്പിലേക്ക് വരികയാണ്. അവസാനമായി സർ, കേട്ടറ്റ് പരീക്ഷയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതിൻ്റെ വിജയശതമാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അധികം ആളുകളും ഈ പരീക്ഷയിൽ പരാജയപ്പെടുന്നത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കേട്ടറ്റ് മാത്രമല്ല, എന്തുകൊണ്ടാണ് മത്സര പരീക്ഷകൾ പരാജയപ്പെടുന്നത് എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ ആ ഒരു ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ മത്സര പരീക്ഷയാണ്, ഒരു കോമ്പറ്റിറ്റീവ് എഡ്ജാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പോൾ മത്സരത്തിന് ഒരു ഒളിമ്പിക്സ് ആണെങ്കിലും ഒരു സ്പോർട്സ് ആണെങ്കിലും അതിൽ ഫസ്റ്റ് അടിക്കുന്ന ആൾക്കാർ 100 പേര് ഒരുമിച്ചുണ്ടാവില്ല, അല്ലെങ്കിൽ 10 പേര് ഒരുമിച്ചുണ്ടാവില്ല. അതിൽ ഒന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിലാണ്. മത്സര പരീക്ഷൻ്റെ കേസിൽ നെറ്റ് UGC നെറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 5% ബിലോ ആണ് വരുന്നത്. സെറ്റ് ആണെങ്കിൽ അറൗണ്ട് 20% ബില്ലാണ് വരുന്നത്. കേട്ടറ്റിൻ്റെ വരികയാണെങ്കിൽ വിജയ ശതമാനമാണ് ഞാൻ പറയുന്നത്, ഏകദേശം ഒരു 5 മുതൽ ഒരു 28% വരെ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 95% ആളുകളും പരാജയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് ഒരു അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ 80% ആളുകളും വിജയിക്കാൻ സാധ്യതയില്ലാത്ത പരീക്ഷ തന്നെയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പാറ്റേൺ ചേഞ്ചുകൾ മാത്രമല്ല ആ ലെവലിലായിരിക്കും ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻസുകളും. ഓക്കെ, ഇപ്പം നിങ്ങൾ ആലോചിച്ചു, കേട്ടറ്റിൻ്റെ ഒരു പരീക്ഷ നടന്നു, 1,50,000 പേര് എഴുതി, 1,49,000 SSLCക്ക് നമ്മൾ പറയുന്ന പോലെ ഫുൾ A+ എന്ന് പറയുന്ന പോലെ എല്ലാം ജയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിന് വാല്യൂ ഇല്ല, പ്രസക്തിയില്ല. ഈ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പലപ്പോഴും വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കാറില്ല. അപ്പം നമ്മളെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അത് 5% ജയിക്കുന്നതെങ്കിൽ 10% അറ്റ്ലീസ്റ്റ് 1% ആണെങ്കിൽ ആ 1%ൽ നമ്മൾ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേട്ടറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കടമ്പൊന്നുമല്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് കൃത്യമായി ഒരുങ്ങി അതിൻ്റെ സിസ്റ്റമാറ്റിക്കലായി, പ്രത്യേകിച്ച് നമ്മളെ പോലത്തെ ഒരു സിസ്റ്റം ടീമും കൂടി ഉണ്ടാകുന്ന സമയത്ത് റിസൾട്ട് ഭയങ്കര ഓറിയൻറ്റഡ് ആയിരിക്കും. അത് ശ്രമിച്ചാൽ മതി. ഏത് മത്സര പരീക്ഷകളെയും മത്സര ബുദ്ധിയായി തന്നെ കാണണം. അപ്പോൾ നമുക്ക് റിസൾട്ട് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു റണ്ണിങ്ങിൽ അവസാനം എത്തുന്ന ആൾ അടുത്ത ഒരു പ്രോഗ്രാമിൽ എനിക്ക് സ്പോർട്സിൽ അയാൾക്ക് ഫ്രണ്ടിൽ എത്തണമെങ്കിൽ അയാൾ എഫേർട്ട് എടുക്കണം. അയാൾ സാധാരണ ഓടിയതുപോലെ ഓടിയാൽ പോരാ. അയാളുടെ ഓട്ടത്തിൻ്റെ സ്പീഡ്, ടൈം, അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ, ഡിസ്ട്രാക്റ്റുകളായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടാവും. പുറത്ത് ആളുകൾ ശബ്ദമൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പോകും. ഇതേപോലെ നമ്മുടെ ലക്ഷ്യം കേട്ടിട്ടാണ്. നമുക്കതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സോഷ്യൽ ജീവിക്കുന്ന ആൾക്കാരാണ്, സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണ്, റീൽസുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കുടുംബ പ്രശ്നങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ ഇടപെടണം, സൽക്കാരങ്ങളും കല്യാണങ്ങളും ഫങ്ഷൻസും ഫ്രണ്ട്സായിട്ടുള്ള മീറ്റപ്പ് ഇതെല്ലാം ഉണ്ടാകും.
ഇങ്ങനെയുള്ള കുറേ പ്രതിസന്ധികൾക്കിടയിൽ എൻ്റെ ലക്ഷ്യം സക്സസ് ആയി കേട്ടിട്ട് നേടുക എന്നുള്ളതാണെങ്കിൽ ഫെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഇത് മനുഷ്യൻ ഒരുപാട് ആളുകളായതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. എന്തായാലും വിജയിക്കുന്ന ആളുകളിൽ എത്തണമെന്നുള്ളതാണ് ഈ ഒരു പരിപാടി. ഈ പ്രോഗ്രാം കാണുന്ന കുറേ ആളുകളുണ്ടാവും. എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, വളരെ നന്ദി സർ. അപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് കേട്ടറ്റിൻ്റെ വിജയ ശതമാനം ഏത് മത്സര പരീക്ഷയാണെങ്കിലും കേട്ടറ്റാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ കേട്ടറ്റിൻ്റെ വിജയ ശതമാനം എത്ര കുറഞ്ഞാലും അത് 28 വരെ പോയിട്ടുണ്ട്, 5 മുതൽ 28 വരെ എന്ന് സാറ് പറഞ്ഞു. അത് ഇനി കുറഞ്ഞ് 1% ആകുകയാണെങ്കിൽ പോലും ആ ഒരു 1%-ൽ ഞാൻ ഉൾപ്പെടാൻ വേണ്ടിയുള്ള ഒരു സയൻറ്റിഫിക്കായ അപ്രോച്ചോട് കൂടിയുള്ള ഒരു പഠനമാണ് ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്തായാലും സാർ വളരെ നന്ദി. ഒരുപാട് സമയം നമ്മോടൊത്ത് ചർച്ച ചെയ്യുകയും കേട്ടറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിവരങ്ങൾ, വിജ്ഞാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് കാണാം. എന്തായാലും താങ്ക് യു.